യുദ്ധം അവസാനിപ്പിക്കാനായി ഇറാൻ നടത്തുന്ന ശ്രമങ്ങൾ അമേരിക്കയുടെ കടുംപിടുത്തത്തിന് മുന്നിൽ തകരുകയാണ്. ഇറാൻ മുന്നോട്ട് വെച്ച പുതിയ സമാധാന നിർദ്ദേശങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിലവിലെ യുദ്ധം അവസാനിച്ചതിനു ശേഷം മാത്രം ആണവ പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന ഇറാന്റെ നിലപാടാണ് ട്രംപിനെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്. ആണവ പ്രശ്നം ചർച്ചകളുടെ തുടക്കത്തിൽ തന്നെ പരിഹരിക്കണമെന്നാണ് അമേരിക്കയുടെ കടുത്ത നിലപാട്. ഇറാൻ ആഗ്രഹിക്കുന്നത് യുദ്ധം തീരുന്നതുവരെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾ മാറ്റിവെക്കാമെന്നാണ്. എന്നാൽ ഇത് അംഗീകരിക്കാനാവില്ലെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം നീക്കണമെങ്കിൽ ആണവ വിഷയത്തിൽ വ്യക്തമായ പരിഹാരം വേണമെന്നാണ് US ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ ഒരു നിലപാടിലേക്ക് അമേരിക്ക എത്താനുള്ള കാരണം എന്തെന്നല്ലേ? ആണവ ചർച്ച മാറ്റിവെച്ച് ഉപരോധം നീക്കിയാൽ US-ന്റെ പക്കലുള്ള പ്രധാനപ്പെട്ട ഒരു വിലപേശൽ ശേഷി നഷ്ടപ്പെടുമെന്ന ഭയമാണ്. അതുതന്നെയാണ് ട്രംപിന്റെ ഈ അതൃപ്തിക്ക് പിന്നിലുള്ളത്. യുദ്ധം അവസാനിപ്പിക്കാനായി ഇറാൻ പാകിസ്ഥാന്റെ മധ്യസ്ഥയിൽ മുന്നോട്ട് വെച്ചത് പ്രധാനമായും 3 നിർദ്ദേശങ്ങളാണ് കേട്ടോ. ആദ്യത്തേത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന താൽക്കാലിക വെടിനിർത്തൽ ദീർഘകാലത്തേക്ക് നീട്ടുകയോ US-ഇസ്രായേൽ സഖ്യം ഇറാനെതിരായ യുദ്ധം അവസാനിപ്പിക്കുകയോ ചെയ്യുക എന്നതാണ്. രണ്ടാമത്തേത് ഇറാനിയൻ തുറമുഖങ്ങൾക്കും വ്യാപാരത്തിനുമെതിരെയുള്ള അമേരിക്കൻ നാവിക ഉപരോധം നീക്കുക എന്നതാണ്. അങ്ങനെ നീക്കിയാൽ ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ നിയന്ത്രണത്തിൽ വീണ്ടും തുറക്കപ്പെടും എന്നൊരു ഓഫറും ഇറാൻ ഇതോടൊപ്പം നൽകുന്നുമുണ്ട്. മൂന്നാമത്തേതും നിലവിലെ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്നതുമായ നിർദ്ദേശം ഇങ്ങനെയാണ് കേട്ടോ. ഈ 2 ഘട്ടങ്ങളും പൂർത്തിയായ ശേഷം മാത്രം ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കാം എന്നതാണത്. യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള തങ്ങളുടെ അവകാശം അമേരിക്ക അംഗീകരിക്കണമെന്നും ഇറാൻ ഇതോടൊപ്പം കൂട്ടിച്ചേർക്കുന്നുമുണ്ട്. അമേരിക്കയുടെ കടുംപിടുത്തത്തിൽ തട്ടി ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുന്നത് മൂലം അമേരിക്കയ്ക്കും ലോകത്തിനും സമ്മാനിക്കുന്നത് വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളാണ്. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് മൂലം അന്താരാഷ്ട്ര വിപണിയിൽ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെയും PCBകളുടെയും വില കുതിച്ചുയരുകയാണ്. ലോകമാകെ എണ്ണ വിലയും കുതിച്ചുയരുന്നുണ്ട്. ഇതോടൊപ്പം ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട് കേട്ടോ. അമേരിക്കയിലെ ഇന്ധന വില വർധനവും പശ്ചിമേഷ്യയിലെ അനാവശ്യ സൈനിക ഇടപെടലും ട്രംപിന് മേൽ വലിയ ജനകീയ സമ്മർദ്ദമാണ് ഇപ്പോൾ ചെലുത്തുന്നത്. അതായത് ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഈ യുദ്ധം സൃഷ്ടിക്കുക ഗുരുതരമായ പ്രത്യാഘാതമാണെന്നു സാരം. ഹോർമൂസ് കടലിടുക്ക് എത്രയും വേഗം തുറക്കാനായില്ലെങ്കിൽ ആഗോള ഊർജ്ജ സുരക്ഷയും ഭക്ഷ്യലഭ്യതയും വ്യാപാരത്തെയും ഗുരുതരമായി ബാധിക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭ നൽകുന്ന മുന്നറിയിപ്പ്. ഈ മുന്നറിയിപ്പ് വരും വർഷങ്ങളിൽ ലോകം കടുത്ത ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കുമാണ് പോകുന്നത് എന്നതിന്റെ സൂചന തന്നെയാണ്. അവികസിതമായ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ സാമ്രാജ്യത്വത്തിന്റെ ഈ യുദ്ധ കൊതി മൂലം പ്രതിസന്ധിയിലാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു.